ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിനകത്തും നീ ഒത്തിരി നിന്ദിക്കപ്പെട്ട വ്യക്തിയാണോ, കരഞ്ഞ വ്യക്തിയാണോ, തകർക്കപ്പെട്ട വ്യക്തിയാണോ, മുറിവേറ്റ വ്യക്തിയാണോ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ വേദനകളെ മാറ്റുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്റെ മുറിവുകളെ കെട്ടുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിനക്ക് ആശ്വാസം പകരുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഏത് സാഹചര്യത്തിനകത്താണോ നീ കരഞ്ഞത്, ഏത് സാഹചര്യത്തിനകത്താണോ നീ ഒറ്റപ്പെട്ടു പോയത്, ഹല്ലേലൂയ, തലമുറ ഇല്ലാതെ കൂടാരങ്ങൾക്കകത്ത് കരയുന്ന മാതാവ് ഉണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുകയാ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അപമാനിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, നിന്റെ വീടിനകത്ത് നിന്നെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കുത്തി നോവിക്കുമ്പോൾ പ്രാർത്ഥന മുടങ്ങരുത്. ഹല്ലേലൂയ, പ്രാർത്ഥന മുടങ്ങരുത്, ആരാധന മുടങ്ങരുത്, ആലയത്തിലേക്കുള്ള നിന്റെ യാത്ര മുടങ്ങരുത്. പ്രതികൂലം വരുമ്പോൾ ആലയത്തിനകത്തേക്ക് ഓടാൻ തയ്യാറാണെങ്കിൽ, പ്രതിസന്ധി വരുമ്പോൾ ആലയത്തിൽ മുട്ടുകുത്താൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. വേദന വന്നപ്പോൾ ഹന്നയ്ക്ക് ഓടിച്ചെല്ലുവാൻ ഒരാലയമുണ്ടായിരുന്നു. അവിടെ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ നിന്നയാണ്, പരിഹാസമാണ്, തന്നെ കുത്തി നോവിക്കുന്ന ഒരു സഹോദരി തൻ്റെ കൂടാരത്തിനകത്തുണ്ട്. പക്ഷെ പ്രാർത്ഥന അവൾ മുടക്കിയില്ല, ആരാധന മുടക്കിയില്ല, ദൈവത്തോട് തൻ്റെ സങ്കട യാചന പറയാൻ മറന്നുപോയില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കരയുന്ന മാതാവേ നിന്റെ പ്രാർത്ഥന കുറയരുത്, കരയുന്ന പിതാവേ നിന്റെ പ്രാർത്ഥന കുറയരുത്. തലമുറകളെ ഓർത്ത് കരയുന്ന മാതാവാണെങ്കിൽ നിന്റെ തലമുറ ഒരിക്കലും നശിച്ചു പോകത്തില്ല. വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഞാൻ പറയാം, മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിന്റെ തലമുറയുമായി ഓടിച്ചെല്ലുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. നീ എവിടെ കരഞ്ഞോ, നിന്നെ ഏതു ദേശത്ത് പിശാച് കരയിച്ചോ, ഏതു രാജ്യത്ത് നിന്നെ കരയിച്ചോ, ഏതു പട്ടണത്തിനകത്ത് നിന്നെ കരയിച്ചോ, ഏതു കൂടാരത്തിനകത്ത് നിന്റെ തലയെ കുനിപ്പിച്ചോ, ആ ദേശത്ത് നിന്റെ തലയെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കൂടാരത്തിനകത്ത് നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഓഫീസിനകത്താണോ നീ ഒറ്റപ്പെട്ടു പോയത്? വീട്ടിലാണോ നീ ഒറ്റപ്പെട്ടു പോയത്? നിന്റെ സമൂഹത്തിലാണോ നീ ഒറ്റപ്പെട്ടു പോയത്? പ്രാർത്ഥന മുടങ്ങരുത്, ആരാധന മുടങ്ങരുത്. ഒറ്റപ്പെടുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, പ്രതികൂലം വരുമ്പോഴും പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടാകണം. രേഖ എഴുതിയുമ്പോഴും പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടാകണം. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിച്ചാൽ നിന്നെ മാനിക്കുവാൻ കർത്താവ് നിന്റെ റൂമിനകത്തിറങ്ങി വരും, നിന്റെ പ്രതികൂലത്തിനകത്തിറങ്ങി വരും, നിന്റെ പ്രതിസന്ധിക്കകത്തിറങ്ങി വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ദൂതിന് ആമേൻ പറയാൻ കഴിയും? എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ എവിടെയോ പ്രാർത്ഥന മറന്നുപോയത്, ആരാധന മറന്നുപോയത്, ആലയത്തെ മറന്നുപോയവര് ഇന്ന് രാത്രി എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, മടങ്ങി വാ. പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് മടങ്ങി വാ, ആലയത്തിലേക്ക് മടങ്ങി വാ. നിനക്ക് പറയാൻ ഒരിടമുണ്ട്, നിനക്ക് മറുപടി പറയാൻ ഹല്ലേലൂയ ഒരു കർത്താവുണ്ട്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാർക്ക് വേണ്ടി വേഗത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്ലോ ആയിട്ടല്ല, ലേറ്റ് ആയിട്ടല്ല, അവിടെ എഴുതി വെച്ചിരിക്കുന്നു വേഗത്തിൽ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ ലൈഫിനകത്ത് വേഗത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുകയാ. നിങ്ങളുടെ ലൈഫിനകത്ത്, നിന്റെ കരഞ്ഞ വിഷയത്തിനകത്ത് വേഗത്തിൽ എന്തോ നടക്കാൻ തുടങ്ങുന്നു. നീ വേദനിച്ച വിഷയത്തിനകത്ത്, നീ മുറിവേറ്റ വിഷയത്തിനകത്ത് ഹല്ലേലൂയ വേഗത്തിൽ നിനക്ക് വേണ്ടി എന്തോ ഒന്ന്, വേഗത്തിൽ നിനക്ക് വേണ്ടി എന്തോ ഒന്ന് കർത്താവ് നടത്താൻ. ആമേൻ, ഹല്ലേലൂയ. രാത്രി ദൂതിനെ സ്വീകരിച്ചാട്ടെ. എന്നിട്ട് പറ, ഞാൻ നിന്ദിക്കപ്പെട്ട ദേശത്ത് എൻ്റെ കർത്താവ് എന്നെ മാനിക്കും. ഞാൻ കരഞ്ഞ മണ്ണിൽ എൻ്റെ കർത്താവ് എൻ്റെ തലയെ ഉയർത്തും. ഹല്ലേലൂയ. ഞാൻ അപമാനിക്കപ്പെട്ട ദേശത്ത് എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ തലമുറ അപമാനിക്കപ്പെട്ട മണ്ണിനകത്ത് എൻ്റെ തലമുറയുടെ കൊമ്പിനെ കർത്താവ്